ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പൊതുവേ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേങ്കിൽ ഞാൻ പൊതുവേ ഒരു കാര്യം പറയുക, അത് ആരുടെയും ജീവിതമായിട്ടോ ഒരാളുടെ ജീവിതമായിട്ടോ ഒരു വീട്ടുകാരുടെ കാര്യമായിട്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പലയിടത്തും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ വരുമ്പോഴേ ചില ആൺകുട്ടികൾക്കും ചില പെൺകുട്ടികൾക്കുമൊക്കെ അവരുടെ സ്വന്തം അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നതും അല്ലെ ബന്ധുക്കളെ സ്നേഹിക്കുന്നതും അല്ലെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നതും ഒക്കെ ഇഷ്ടമല്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, അവരൊറ്റയ്ക്ക് ജീവിക്കണം. ഞാൻ ആരെയും ഒന്നും അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഒന്നും ഞാൻ പറയുകയില്ല. ഞാൻ വീഡിയോ ഇടുന്നു, പൊതുവേ ഒരു വീഡിയോ ഇടുന്നെന്ന് മാത്രം. അങ്ങനെ പലരും അങ്ങനെ ഭാര്യയായാലും ഭർത്താവായാലും അങ്ങനെ ഉള്ള കുറച്ച് പേരൊക്കെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പല കല്യാണ ബന്ധങ്ങളും വേർപിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത്. അച്ഛൻ അമ്മമാരുടെ കൂടെ നിൽക്കത്തില്ല. പിന്നെ ചില കുട്ടികൾ ആണായാലും ചില കുട്ടികൾ അവരുടെ വീട്ടിൽ മാത്രമേ നിൽക്കത്തുള്ളൂ, അവരുടെ വീട്ടിലുള്ളവരെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. പിന്നെ അത് ആണും പെണ്ണും ഉണ്ട്, ഞാൻ തരംതിരിച്ച് പറയുന്നില്ല, രണ്ട് കൂട്ടരിലും ഉണ്ട്. പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നിൽക്കുകയും സ്നേഹിക്കേണ്ടുന്നവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. അച്ഛനമ്മമാർക്ക് മാത്രമല്ല, ജീവിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതം അവർക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാത്തിലും പിടിവാശി പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ജീവിതത്തിലെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ എപ്പോഴും പരസ്പരം മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതല്ലല്ലോ ജീവിതം. അപ്പം നമുക്ക് ഉറ്റവരെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരെയോ നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന സുഹൃത്തുക്കളെയോ ഒന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല. നമുക്കെല്ലാവരും വേണം. നമുക്കൊരാവശ്യം വരുമ്പം നമുക്ക് നാളെ ആരാ ഉപകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഉപകാരത്തിന് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു സന്തോഷമാണല്ലോ എല്ലാവരോടും സഹകരിക്കുന്നതും മിണ്ടുന്നതും. പിന്നെ നല്ല ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇടപെടുക. പിന്നെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അവരെ ആ രീതിയിൽ നിർത്തുക. അത് വെറുപ്പിച്ചുകൊണ്ടല്ല, അല്ലാത്ത രീതിയിൽ നിർത്തുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പും ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഞാനങ്ങ് പറയുന്നെന്ന് മാത്രം. ഇതാരുടെയും ജീവിതം കണ്ടിട്ടോ ഒന്നും ഞാൻ പറയല്ല, ഞാൻ പൊതുവായ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടും ഒത്തൊരുമയോട് ജീവിക്കുക. നമുക്ക് എല്ലാ വർഷവും ഓണം ഉണ്ണാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ആണ്ടിൽ ഓണമുണ്ട്, ഇനി അടുത്ത ആണ്ടിൽ നമ്മളിൽ ആരൊക്കെ കാണും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാലമേ അല്ല. അങ്ങനെയാണല്ലോ. ഇപ്പം പ്രായമൊന്നോ അങ്ങനെയൊന്നും ഇല്ല ഒരു കാര്യത്തിനും. ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ പറ്റാത്ത ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കാനും ഒത്തൊരുമയോട് ജീവിക്കാനും ശീലിക്കണം. അല്ലാതെ അതൊന്നും നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. സ്നേഹം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ആരും മനസ്സിലാക്കത്തില്ല. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ പാവമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. എന്നാൽ ജീവിച്ചിരിക്കുമ്പം അവരുടെ അടുത്തൊരു നല്ല വാക്ക് പറയുകയും അവരെ ഒന്ന് സന്തോഷിപ്പിക്കുകയും അവരെ ഒന്ന് കൂടെ കൂട്ടുകയൊക്കെ ചെയ്തായിരുന്നെങ്കിലോ അത് അവർക്കൊരു സന്തോഷമാകത്തില്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരോടും ഒരുപാട് അടുപ്പത്തോടെ പോകുന്ന ആളാണ്. പിന്നെ നമ്മൾ ഒരുപാട് അടുപ്പം ചിലരോടൊക്കെ കാണിക്കുമ്പോൾ നാം വിചാരിക്കും നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ കുറച്ച് അകലം പാലിച്ച് നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പം മാത്രമേ നാളെ അവർ നമ്മളെ ചിലപ്പോൾ മനസ്സിലാക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ മുന്നേ നമ്മൾ നല്ലതായിട്ട് ജീവിച്ചും കാണിക്കണം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നന്ദി.